നമസ്കാരം. ഡോക്ടർ KJ കാവ്യാസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു തലവേദന പോലും സഹിക്കാൻ പറ്റുന്നില്ലേ? ഇതൊരു ചെറിയ തലവേദനയല്ലേ? കഷ്ടം തന്നെ. ടെൻഷൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഹെഡേക്സ് ഉണ്ട്. അതിൽ മൈഗ്രെയിൻ എന്നത് തീർത്തും സിവിയർ ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആണ്. ഒരു വട്ടമെങ്കിലും മൈഗ്രെയിൻ്റെ പെയിൻ അനുഭവിച്ചവർ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ആ ചോദ്യങ്ങൾ ആരോടും ചോദിക്കില്ല എന്നത് ഉറപ്പാണ്. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻറ്റ് സിംറ്റമായിട്ട് നമുക്കിപ്പോൾ ഒട്ടുമിക്ക പേഷ്യൻസിലും കാണാൻ കഴിയുന്ന ഒന്നാണ് സ്ട്രെസ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നു. ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസിന് സങ്കോചം സംഭവിക്കുന്നു. അതുവഴി ബ്രെയിനിൽ എക്സസീവായിട്ട് നമുക്ക് ടെൻഷൻ അഥവാ സ്ട്രെസ് അനുഭവപ്പെടുന്നു. അങ്ങനെ ആ പേഷ്യൻറ്റിന് മൈഗ്രെയിൻ ഫീൽ ചെയ്യുന്നു. രണ്ടാമതായി മൈഗ്രെയിൻ ഹെറിഡിറ്ററി ആയിട്ടും കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ ഫാമിലി ഹിസ്റ്ററി പരിശോധിച്ചാൽ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പേഷ്യൻറ്റിന് മൈഗ്രെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തതായി സമയക്രമം തെറ്റിയുള്ള ആഹാര രീതി. സ്ഥിരമായി ഒരു സമയം ഫോളോ ചെയ്ത് ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തി സഡനായിട്ട് തൻ്റെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക. അതുപോലെ തന്നെ സ്ഥിരമായി ഉറങ്ങാൻ ഒരു സമയം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ സ്ലീപ്പ് സൈക്കിളിൽ തൻ്റെ ജോബ് റിലേറ്റഡ് കാര്യം മൂലമോ മറ്റെന്തെങ്കിലും കാര്യം മൂലമോ ഫ്ലക്ച്വേഷൻസ് സ്ലീപ്പ് സൈക്കിളിൽ ഉണ്ടാവുക. ഇങ്ങനെയുള്ളവരിലും മൈഗ്രെയിൻ കാണപ്പെടുന്നു. മറ്റു ചിലരിൽ തണുത്ത ഡ്രിങ്ക്സോ തണുത്ത ഫുഡോ ഏതുമായിക്കോട്ടെ ഇവയിൽ ഏതെങ്കിലും കഴിച്ചാൽ മൈഗ്രെയിൻ വരുന്നതായി കാണുന്നുണ്ട്. ഇതിൽ ആ ഭക്ഷണത്തിന്റെ മൂലമായിരിക്കില്ല പലപ്പോഴും ആ പേഷ്യന്റിന് മൈഗ്രെയിൻ വരുന്നത്. ആ പർട്ടിക്കുലർ ഫുഡിന്റെ തണുപ്പ് അതാണ് മൈഗ്രെയിൻ്റെ ട്രിഗറിങ് ഫാക്ടറായി ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ കാരണങ്ങൾ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാരണമുണ്ട്. സ്ഥിരമായി കഴിക്കുന്ന ചായയോ കോഫിയോ സ്കിപ്പായ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിലും മൈഗ്രെയിൻ അനുഭവപ്പെടുന്നതായി കാണാറുണ്ട്. നമ്മുടെ ആയുർവേദത്തിൽ ആചാര്യന്മാർ മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള മൂലകാരണമായി പറയുന്നത് ഓവർ എക്സ്പോസ്ചർ ടു സൺ അഥവാ സൂര്യപ്രകാശത്തിലേക്ക് ആ പേഷ്യൻ്റ് അമിതമായി എക്സ്പോസ്ഡ് ആവുക ആ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ മൈഗ്രെയിനെ സൂര്യാവർത്തം എന്നും പറയുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾക്ക് പുറമെ മറ്റനേകം കാരണങ്ങളും പല പേഷ്യൻസിലും കാണാറുണ്ട്. ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർ, ബ്രൈറ്റ് ലൈറ്റിൽ എക്സ്പോസ്ഡ് ആവുന്നവർ, നല്ല സ്ട്രോങ് സ്മെല്ലുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവർ, ഡയറി പ്രോഡക്ട്സ്, സ്പൈസസ്, ചോക്ലേറ്റ്സ്, പിന്നെ ചില നട്ട്സുകളുണ്ടല്ലോ പീനട്ട്സ് പോലുള്ളവ, ഇവയൊക്കെ ഉപയോഗിക്കുന്നവരിലും ഇതൊക്കെ സാധാരണ ലിമിറ്റിനല്ല ബിയോണ്ട് ദ ലിമിറ്റ് ആ ഒരു ലിമിറ്റിൽ ഉപയോഗിക്കുന്നവരിലാണ് മൈഗ്രെയിൻ കാണപ്പെടാറുള്ളത്. മൈഗ്രെയിൻ ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. ഹോർമോണൽ വേരിയേഷൻസ് ആണ് ഇതിനുള്ള കാരണം. മെൻസ്ട്രേഷൻ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസ്, ബർത്ത് കൺട്രോൾ പിൽസ് എടുക്കുമ്പോഴുണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസ്, വളരെ നേരത്തെയുള്ള ആർത്തവ വിരാമം, ഇവയൊക്കെയാണ് സ്ത്രീകളിൽ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെയാണ് മൈഗ്രെയിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ്. ട്രിഗറിങ് ഫാക്ടേഴ്സ് അഥവാ മൈഗ്രെയിനെ പ്രകോപിപ്പിക്കുന്ന ഫാക്ടേഴ്സ്. നിങ്ങൾ ഒരു ഡോക്ടറെ മൈഗ്രെയിനായി സമീപിക്കുമ്പോൾ ആസ് എ പേഷ്യൻറ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. അത് എല്ലാ പേഷ്യൻസും ഏത് രോഗവുമായ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോഴും ഒരു സെൽഫ് അസസ്മെന്റ്, സ്വയം വിലയിരുത്തൽ വളരെ നന്നാണ്. മൈഗ്രെയിൻ്റെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ട്രിഗറിങ് ഫാക്ടേഴ്സിൽ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫാക്ടേഴ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഉദാഹരണത്തിന് റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ ഒരു പക്ഷേ ചോക്ലേറ്റ്സോ അതുപോലെ ബേക്ക്ഡ് ഫുഡ്സോ ജങ്ക് ഫുഡ്സോ സ്ഥിരമായി കഴിക്കാത്തവരായിരിക്കാം. പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷന് പോയത് മൂലം അമിതമായി ഇത് കഴിക്കേണ്ടി വന്നു. ഒരുപക്ഷെ അത് നിങ്ങളുടെ ഓർമ്മയിൽ കാണില്ല. ഈ മൈഗ്രെയിൻ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നത്, മേ ബി ഞാൻ ഈ ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ കഴിക്കാത്ത ഒരു സാധനം ലിമിറ്റിനും അപ്പുറം അത് കഴിച്ചപ്പോൾ എനിക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടായി. കാരണം നിങ്ങളൊരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡോക്ടർ ഒബ്വിയസ്ലി നിങ്ങളുടെ അടുത്ത് ഹിസ്റ്ററി ചോദിക്കും. അപ്പോൾ ആസ് എ പേഷ്യൻറ്റ് ഒരു സെൽഫ് അസസ്മെന്റ് എപ്പോഴും നല്ലതാണ്. ഇനി നമുക്ക് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യമായി വൺ സൈഡഡ് ഹെഡേക്ക്, അതായത് ഒരു വശത്ത് മാത്രം കാണുന്ന വേദന. വളരെ റെയറായി ചില പേഷ്യൻസിൽ രണ്ട് സൈഡിലും ഹെഡേക്സ് പറയാറുണ്ട്. ചില പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട്, ഡോക്ടറെ ഒരു ഇടിക്കട്ട് ഇടിക്കുന്ന പോലത്തെ ഒരു വേദന ഈ ഒരു സൈഡിലായിട്ട് കാണുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചു അത് മൈഗ്രെയിൻ ആണ്. പിന്നെ
മൈഗ്രെയിൻ്റെ സിംറ്റമായിട്ട് പറയുന്നത് അഥവാ ലക്ഷണമായി കരുതപ്പെടുന്നത് ലൈറ്റിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി. ചിലരിൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാണപ്പെടാറുണ്ട്. മറ്റു ചിലരിലാകട്ടെ വിഷ്വൽ ചേഞ്ചസ്. ചിലപ്പോൾ ഈ മൈഗ്രെയിൻ അഫക്റ്റഡ് പേഷ്യൻസിൽ ഒരു ഓറ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ചിലർക്ക് ഡബിൾ ആയി കാണുക, ചിലർക്ക് ഭയങ്കര ബ്ലാക്ക് ഔട്ട് പോലെ കാണുക, അങ്ങനെ വിഷ്വലി ചേഞ്ചസ് കാണപ്പെടാറുണ്ട്. പലപ്പോഴും മൈഗ്രെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഇത് വരുന്നതിന് മുമ്പ് അറിയാനുള്ള വല്ല ടെക്നിക്കും ഉണ്ടോ എന്ന്. ഉണ്ട്. മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് ചില വാർണിംഗ് സൈൻസ്, നമ്മുടെ സിനിമയിൽ വില്ലൻ വരുന്നതിന് മുമ്പുള്ള കുറെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ വാർണിംഗ് സിഗ്നൽസ് പോലെ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പും കുറച്ച് വാർണിംഗ് സൈൻസ് നമ്മുടെ ബോഡി നമുക്ക് കാട്ടിത്തരാറുണ്ട്. അവയിൽ ഒന്നാമതായി ഓറ. മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് ആ ഒരു പേഷ്യൻറ്റിന് തൻ്റെ കൺമുന്നിൽ എന്തോ ഒരു ഓറ പോലെ ഫീൽ ചെയ്യും. അതുപോലെ മൈൽഡ് കൺഫ്യൂഷൻ. മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് ആ പേഷ്യൻറ്റിന് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ്, സാധാരണയിൽ നിന്നും ഒരു മൈൽഡ് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും ആ ഒരു പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുക. പിന്നെ വളരെ ചുരുക്കം പേരിൽ യോണിങ്, അതായത് കൂട്ടുവായിടുക, ആ ഒരു ലക്ഷണവും കാണാറുണ്ട്. ഈ പറഞ്ഞ ഓറ, യോണിങ്, മൈൽഡ് കൺഫ്യൂഷൻ ഇതൊക്കെയാണ് വാർണിംഗ് സൈൻസ് ആയി കണക്കാക്കപ്പെട്ടത്. അടുത്തതായി ആയുർവേദത്തിൽ മൈഗ്രെയിൻ്റെ ചികിത്സാ രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ മൈഗ്രെയിന് 2 തരത്തിലുള്ള ചികിത്സാ രീതികൾ പറയുന്നു. ബാഹ്യമായിട്ടുള്ള ചികിത്സാ രീതികളും ആഭ്യന്തരമായിട്ടുള്ള ചികിത്സാ രീതികളും. ആദ്യമായി ബാഹ്യമായ ചികിത്സാ രീതികൾ ഏതെന്ന് നമുക്ക് നോക്കാം. ശിരോലേപം. ഈ ഒരു ഭാഗത്തായിട്ട് ചന്ദനം, കർപ്പൂരം മുതലായവ ലേപം അരച്ചു പുരട്ടുക. ശിരോവസ്തി, ശിരോധാര, ക്ഷീരധാര, തക്രധാര. ഇവയ്ക്ക് പുറമെ പഞ്ചകർമ്മങ്ങളിൽ ഒന്നായ നസ്യം, ഷഡ്ബന്ധു തൈലമോ അണുതൈലമോ ഉപയോഗിച്ച് ചെയ്യുന്ന നസ്യ പ്രക്രിയയും ഇവയിൽ ഉപയോഗപ്രദമായി കണക്കാക്കപ്പെടുന്നു. അടുത്തതായി ആഭ്യന്തര ചികിത്സാ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഥവാ നമ്മൾ ഉള്ളിൽ എടുക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പത്യക്ഷരാത്രാദി കഷായം, ശിരശൂലാദി വജ്രരസം, കാമദുഗ്ധരസം, ഭൂനിംബാദികണം. ഇവയ്ക്ക് പുറമെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റിസർച്ചിൽ 250 mg ഗോതമ്പി ഭസ്മം കഴിച്ചാൽ ഒരുപക്ഷെ പാരസെറ്റമോളിനെ കാട്ടി ഫാസ്റ്റ് ഓർ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലീഫ് ആ പേഷ്യന്റിന് കിട്ടുമെന്ന് ആ റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നു. മൈഗ്രെയിൻ ആയി വരുന്ന പല പേഷ്യൻസും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹെഡ് മസാജിന് പറ്റിയ ബെസ്റ്റ് എണ്ണകൾ ഏതൊക്കെയാണെന്ന്. അവർ പലർക്കും കൊടുത്തിട്ടുള്ളതും നല്ല റിസൾട്ട് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള 2 ഹെയർ ഓയിൽസ് ഏതൊക്കെയാണെന്നാൽ തേഗരാജ ഹെയർ ഓയിൽ, അതുപോലെ തന്നെ മൃംഗരാജ ഹെയർ ഓയിൽ. പിന്നെ മൈഗ്രെയിനെ കുറിച്ച് പറയുമ്പോൾ മൈഗ്രെയിനും മലബന്ധവും ഇവ രണ്ടും ഭയങ്കര റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആയുർവേദത്തിന്റെ ഒരു ചികിത്സാ രീതി അനുസരിച്ച് മൂലകാരണത്തെയാണ് ആദ്യം നമ്മൾ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിനും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന മലബന്ധവും ആ ഒരു പേഷ്യന്റിൽ മലബന്ധത്തെ നമ്മൾ ആദ്യം ചികിത്സിക്കുകയും ഓട്ടോമാറ്റിക് ആയിട്ട് ആ മൈഗ്രെയിൻ്റെ പെയിനും റിഡ്യൂസ് ആയി കാണുന്നതായി നമ്മൾ കണ്ടുവരുന്നു. ഭാരത വൈശ്യ രത്നാകര പ്രകാരം കുങ്കുമം ഘൃതം സംയുക്തം, കുങ്കുമം ഘൃതവുമായി ചേർത്ത് അഥവാ നെയ്യുമായി ചേർത്ത് നസ്യം ച അർത്ഥശിരോവ്യഥാം നാശീക്ഷണാദേവ. അതായത് കുങ്കുമം ഘൃതവുമായി ചേർത്ത് നസ്യം ചെയ്യുകയാണെങ്കിൽ അർത്ഥശിരോവ്യഥാം, അതായത് മൈഗ്രെയിൻ ക്ഷണാദേവ നാശയെ വളരെ ക്ഷണനേരം കൊണ്ട് നശിക്കുന്നു എന്ന് ഭാരതവൈശ്യ രത്നാകരൻ പറയുന്നു. ഈ ചികിത്സാ രീതികൾക്ക് പുറമെ യോഗാസനങ്ങളും മൈഗ്രെയിന് വളരെ ഇഫക്റ്റീവായിട്ട് ആചാര്യന്മാർ പറയുന്നു. അവയിൽ ചിലത് സേതുബന്ധാസനം, ശവാസനം, പത്മാസനം, ഹസ്തപാദാസനം മുതലായവയാണ്. ഈ പറഞ്ഞ യോഗാസനങ്ങൾക്ക് പുറമെ പ്രാണായാമവും മൈഗ്രെയിന് വളരെ ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അവയിലൊന്ന് നാഡീശുദ്ധി പ്രാണായാമം അഥവാ നാഡീശോധന. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നോസ്ട്രിൽ ബ്രീത്തിങ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. ഇത് ചെയ്യുന്ന രീതി, റൈറ്റ് തമ്പെടുക്കുക, റൈറ്റ് നോസ്ട്രിലിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതേ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് എടുക്കുക. ഇതൊരു 5 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യുക. ദിവസവും ഒരു 2 നേരമോ 1 നേരമോ ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ മൈഗ്രെയിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇത് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ നിറയുകയും ബ്രെയിനിൽ ഓക്സിജൻ സപ്ലൈ ഒരുപാട് വർദ്ധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആർട്ടറീസിന്റെ കൺസ്ട്രക്ഷൻ അഥവാ സങ്കോചം മാറിക്കിട്ടുകയും മൈഗ്രെയിൻ പെയിൻ കുറയുകയും ചെയ്യും. പല പേഷ്യൻസിലും റിസൾട്ട് കണ്ടുവന്നിട്ടുള്ള
വേറൊരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ ഉണ്ട്. അശ്വഗന്ധ പൗഡറും വാട്ടറും തമ്മിലുള്ള ഒരു മാജിക്കൽ കോമ്പിനേഷൻ. 1 ടീസ്പൂൺ അശ്വഗന്ധ പൗഡർ ഒരു ഹാഫ് ഗ്ലാസ് വാട്ടറിൽ മിക്സ് ചെയ്യുക. ഇത് രാവിലെയോ രാത്രിയോ അല്ലെങ്കിൽ 2 നേരമോ, അത് നമ്മുടെ മൈഗ്രെയിൻ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. അതനുസരിച്ച് ആ പേഷ്യൻറ്റിന് കൊടുക്കുക. പല പേഷ്യൻസിലും ഈ ഒരു കോമ്പിനേഷൻ മാജിക്ക് പ്രവർത്തിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒട്ടുമിക്ക അസുഖങ്ങളിലും ആയുർവേദ ആചാര്യന്മാർ പറയുന്ന ഒരു ചികിത്സാ രീതിയാണ് മരുന്നുകൾക്ക് പുറമെ ആഹാര വിഹാരങ്ങളിൽ നമ്മൾ കാണിക്കുന്ന മിതത്വം. അതുതന്നെയാണ് ഇവിടെ മൈഗ്രെയിനിലും നമ്മൾ ചെയ്യേണ്ടത്. ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഇത് രണ്ടും ഒരു ഈക്വൽ പോലെ നമ്മുടെ ലൈഫിൽ കൊണ്ടുപോയാൽ മൈഗ്രെയിൻ എന്നല്ല, ഒട്ടുമിക്ക എല്ലാ ഡിസീസസും നമുക്ക് മാറ്റി നിർത്താം. കാരണം ഞാൻ നേരത്തെ ട്രിഗറിങ് ഫാക്ടേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ജങ്ക് ഫുഡ്സ് പറഞ്ഞിരുന്നു, ഡയറി പ്രോഡക്ട്സ്, ചോക്ലേറ്റ്സ്, അതുപോലെ ഒരു കൃത്യമായ സമയക്രമം പാലിക്കാതെയുള്ള ആഹാര രീതി, സ്ലീപ്പ് സൈക്കിളിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, ഇവയൊക്കെ നമ്മുടെ ആഹാര വിഹാരങ്ങളിൽ പെടുന്ന ഫാക്ടേഴ്സാണ്. സോ ഇവയിൽ നമ്മളൊരു ബാലൻസ് കണ്ടെത്തിയാൽ തന്നെ മൈഗ്രെയിൻ പോലുള്ള ശിരോരോഗങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താം. ഏവർക്കും ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പിന്തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.